കൊമ്പൻ ഗോകുൽ ഇനി ഓർമ്മ. ഗുരുവായൂർ ആനത്താവളത്തിൽ വെച്ച് ഉച്ചയ്ക്ക് 12:30-യോടെയാണ് ഗോകുൽ വിട പറഞ്ഞത്. 33 വയസ്സായിരുന്നു. 1994 ജനുവരി 9-നാണ് കൊച്ചി സ്വദേശി അറയ്ക്കൽ രഘുനന്ദൻ 2 വയസ്സുള്ള ഗോകുലിനെ ഗുരുവായൂരിൽ നടയിരുത്തിയത്. കർണാടകയിൽ നിന്നാണ് ഗോകുലെത്തിയത്. 2009 തെക്കേനടയിലെ ശീവേലിപ്പറമ്പിലെ തെങ്ങുവീണ് ഗോകുലിന്റെ കൊമ്പിന് ഇളക്കം തട്ടിയിരുന്നു. പിന്നീട് ആ കൊമ്പ് കൊഴിഞ്ഞു. ഫൈബർ കൊമ്പ് ഘടിപ്പിച്ചാണ് പിന്നീട് എഴുന്നള്ളിപ്പുകളിൽ തിളങ്ങിയത്. കൂട്ടാനകളെ കുത്തുന്ന ദുശീലവും ഉണ്ടായിരുന്നു. 2011 ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ കുട്ടിശങ്കരൻ എന്ന കൊമ്പനെ കുത്തിമറിച്ചിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. 2007, 2011, 2023 വർഷങ്ങളിലാണ് ഗോകുൽ ആനയോട്ടത്തിൽ ജേതാവായത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ ഗോകുലും പീതാംബരനും ഇടഞ്ഞോടിയ സംഭവത്തിൽ 3 പേർ മരിച്ചിരുന്നു. പീതാംബരന്റെ കുത്തേറ്റ ഗോകുലിന് പരിക്കേറ്റിരുന്നു. അതിനുശേഷം ആന ചികിത്സയിലായിരുന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ ഗോകുലിന് ആദരാഞ്ജലി അർപ്പിച്ചു. ആ രീതിയിലല്ല, മുമ്പ് തന്നെ ഗോകുലിൻ്റെ ഒരു കൊമ്പ് നഷ്ടപ്പെട്ടിരുന്നു. ആ നഷ്ടപ്പെട്ട കൊമ്പിൻ്റെ ഭാഗത്ത് ഏറെക്കാലം പഴുപ്പും ഇതൊക്കെയായിട്ട് അല്ലാതെ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത്, എന്നാൽ ഗുരുവായൂർ അമ്പലത്തിലെ ആനകളിൽ ഒട്ടുമിക്കവർക്കും പ്രിയങ്കരനായിരുന്നു ഗോകുൽ. ആനയോട്ടത്തിൻ്റെ കാര്യത്തിലായാലും എഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഭക്തജനങ്ങൾക്കും ആനപ്രേമികൾക്കുമൊക്കെ പ്രിയങ്കരനായിരുന്നു ഗോകുൽ.